ഇറാൻ യുദ്ധം തുടരുന്നതിനിടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില $100 കടന്നു. എണ്ണവില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പോൾ ലോകത്ത് വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $200 ഇറാൻ്റെ ഭീഷണി. ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു തുള്ളി ക്രൂഡ് ഓയിൽ പോലും തങ്ങളുടെ അനുമതിയില്ലാതെ പോകില്ലെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതോടെയാണ് ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരുന്നത്. ഇന്ത്യയടക്കം രാജ്യങ്ങളിൽ ഇന്ധനക്ഷാമവും ആശങ്കയാവുകയാണ്. രാജ്യാന്തര ഓഹരി വിപണികളെ നഷ്ടത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ധനവിലയുടെ വർധനം. ഇന്ധനവിലയിൽ പെട്ടെന്നുണ്ടായ കുതിപ്പ് രാജ്യാന്തര ഓഹരി വിപണികളെയും നഷ്ടത്തിലാക്കിയിട്ടുണ്ട്. ഇന്നലെ നഷ്ടത്തിൽ ക്ലോസ് ചെയ്ത ഇന്ത്യൻ വിപണിയിൽ വ്യാഴാഴ്ചയും ഇടിവ് തുടരുകയാണ്. ലക്ഷ്യം കാണാതെ യുദ്ധം നിർത്തില്ലെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും ഇസ്രായേലിൻ്റെ നിലപാട്. ഇതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ US-നും ഇസ്രായേലിനും മുന്നിൽ 3 നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാൻ്റെ പരമാധികാരം അംഗീകരിക്കണം, നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം, ഭാവിയിൽ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ രാജ്യാന്തര തലത്തിൽ ഉറപ്പ് നൽകണം എന്നിങ്ങനെ ഉപാധികൾ അംഗീകരിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ് ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. റഷ്യയിലെയും പാകിസ്ഥാനിലെയും നേതാക്കളോട് താൻ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നുവെന്നും മസൂദ് പെസഷ്കിയാൻ പറയുന്നുണ്ട്. ഇറാന് കടുത്ത മുന്നറിയിപ്പ് ആവർത്തിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണയുടെ ഒഴുക്ക് തടയുന്ന തരത്തിൽ ഇറാൻ എന്തെങ്കിലും ചെയ്താൽ ഇപ്പോഴുള്ളതിനേക്കാൾ 20 മടങ്ങ് ശക്തിയോടെ ആക്രമിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ഭീഷണി. എന്നാൽ അതേ നാണയത്തിൽ ട്രംപിന് മറുപടി നൽകിയായിരുന്നു ഇറാൻ്റെ പ്രതികരണം. ട്രംപിൻ്റെ ഭീഷണിയെ വിലക്കെടുക്കുന്നില്ലെന്നും സ്വന്തം ജീവൻ നഷ്ടമാവാതിരിക്കാൻ ട്രംപ് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്നും ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സെക്രട്ടറി അലി ലാരിജാനി പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണക്കപ്പലുകൾ കടത്തിവിടില്ലെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡും ആവർത്തിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഇറാഖിന് സമീപമുള്ള കടൽ പ്രദേശത്ത് 2 വലിയ എണ്ണക്കപ്പലുകളിൽ സ്ഫോടനം നടന്നു. സംഭവത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്, 38 പേരെ രക്ഷപ്പെടുത്തിയതായാണ് റിപ്പോർട്ടുകൾ. ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതായി ഇറാൻ സർക്കാർ മാധ്യമങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. അതേസമയം ഗൾഫിൽ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ ഉടൻ നിർത്തണമെന്ന പ്രമേയം UN രക്ഷാസമിതി അംഗീകരിച്ചു. പ്രമേയത്തിൽ നിന്ന് റഷ്യയും ചൈനയും വിട്ടുനിന്നിരുന്നു. പ്രമേയം പക്ഷപാതപരവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നാണ് ഇറാൻ്റെ പ്രതികരണം.